താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ്. നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെൽക്കം ടു ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷണൽ മോൺസ്റ്റർ ഡേ 1482 അല്ലെ 1952 ഓഗസ്റ്റ് 10 2024. സി ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്ക് രണ്ടും മിക്സ് ചെയ്ത് സംസാരിച്ചു പോകും. നിങ്ങൾ നോട്ട് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവ് ഏരിയയിലുള്ള ആറ്റിറ്റ്യൂഡും പോസിറ്റീവ് ഏരിയയിലുള്ള ആറ്റിറ്റ്യൂഡും നമ്മൾ മിക്സ് ചെയ്യുന്നതിനാൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു ഭാഗം പറയാം. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്താണ്, നമ്മുടെ പാസിംഗ് നെഗറ്റീവ് ഈസ് എ ക്രൈം. ഈ നെഗറ്റീവ് പാസ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് ആളുകൾക്ക്. നെഗറ്റീവ് പാസ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് ഒരുമാതിരി ബിരിയാണിയിൽ മണ്ണെണ്ണ മാതിരി. ഒരു വലിയ ചെമ്പ് ബിരിയാണി നന്നായിട്ട് കേടും. അങ്ങനെയാണ് കുക്കന്മാരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും. അപ്പോൾ നിങ്ങൾ പലർക്കും അറിയുകയും ചെയ്യാലോ, ഒരു തുള്ളി ഇറ്റിയാൽ മതി, മൊത്തത്തിൽ ഇല്ലാതായി പോകും. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്, പാസിംഗ് നെഗറ്റീവ് ഈസ് എ ക്രൈം. അതൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ആക്ച്വലി. അതൊരു അട്രാക്റ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ല, പ്രൊഡക്റ്റീവ് ആറ്റിറ്റ്യൂഡ്. ഇറ്റ് ഈസ് എ ഡിസ്ട്രക്റ്റീവ്, എന്താണ്, കൺസ്ട്രക്റ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ല, നശിപ്പിച്ച് കളയുന്ന ആറ്റിറ്റ്യൂഡ്. സോ നാശം ഉണ്ടാക്കുന്ന ആറ്റിറ്റ്യൂഡുകൾ ആണ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് വരുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന പോസിറ്റീവിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. നോ കോംപ്രമൈസ് ആറ്റിറ്റ്യൂഡ്. നോ കോംപ്രമൈസ് ആറ്റിറ്റ്യൂഡ്. നോ കോംപ്രമൈസ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ്. അത് എവിടേക്കാ വർക്ക് ചെയ്യത്? കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡ് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യും, എവിടെയൊക്കെ വർക്ക് ചെയ്യും? അത് പോസിറ്റീവാണ്. അത് ഭയങ്കര ടഫായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. അത് വിന്നേഴ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഓ, കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിൻ ചെയ്തിട്ട് അടങ്ങും. ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാനത് വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെയുള്ള കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡ്. അത് പോസിറ്റീവാണ്. നെഗറ്റീവിലും ചിലക്കൊക്കെ ഉപയോഗിക്കെങ്കിലും ജനറലി ഇറ്റ് ഈസ് ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു വളരെ മൈൻഡിന് വളരെ പവർ കൊടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. എൻ്റെ കുട്ടിക്കാലത്തേക്ക് SSLC അഡൾട്ട് എക്സാം എഴുതാറുണ്ട് ആളുകൾ. SSLC ഒക്കെ തോറ്റ ആൾക്കാർ ട്യൂഷൻ സെൻ്ററുകളുണ്ട്. മണ്ണെണ്ണ വിളക്ക്, പെട്രോമാക്സ് ഒക്കെ കത്തിച്ച് വെച്ചിട്ട് ട്യൂഷൻ സെൻ്ററുകളുണ്ടായിരുന്നു. അതിൻ്റെ നാട്ടിലൊരാളെ എനിക്കങ്ങനെ ഓർമ്മയുണ്ട്. ഒരു ഈ നോ കോംപ്രമൈസ് ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ്. ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പുള്ളി 10 വർഷമൊക്കെ എഴുതി പാസ്സായിട്ടില്ല. പക്ഷേ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല, നിർത്തി വെച്ചിട്ടില്ല, കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടിരുന്നു. നമ്മുടെ ഈ ട്രെയിനർമാരുടെ കൂട്ടത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, വിനോദ് എന്നിട്ട് പറയുന്ന ഒരു ട്രെയിനർ, കണ്ണൂരുള്ള പുള്ളി. ഇതേപോലെ ട്രെയിനർ ആവുന്ന പ്രവൃത്തിയിൽ പുള്ളി കോംപ്രമൈസ് ചെയ്തില്ല. ഒരു വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. അതേപോലെ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, കൊണ്ടോട്ടിയിലുള്ള IAS ഓഫീസർ, നാഗാലാൻഡിലെ ചീഫ് സെക്രട്ടറി മറ്റുമാണ്. പുള്ളി എനിക്ക് തോന്നുന്നു 6 തവണ എഴുതിയതിന് ശേഷം 6 തവണ എഴുതിയതിന് ശേഷമാണ് പുള്ളിക്ക് സിവിൽ സർവീസ് കിട്ടിയത്. അപ്പോൾ ആ സിവിൽ സർവീസ് കിട്ടുന്നത് വരെ നിർത്താതെ അത് ചെയ്യാം. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ അടുക്കളയിൽ ബിരിയാണി ഉണ്ടാക്കാൻ പഠിക്കുന്ന ഒരു സമയത്ത് ആദ്യത്തെ ബിരിയാണി കൊളായി, അടിയിൽ പിടിച്ചു, അല്ലെങ്കിൽ ടേസ്റ്റ് മാറി, ആകെ മൊത്തം കൊളായി. പക്ഷെ അത് കോംപ്രമൈസ് ചെയ്യരുത്, അടുത്ത് ഗിവ് അപ്പ് ആക്കരുത്. അത് വീണ്ടും 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 കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുന്ന ആൾക്കാരുണ്ട്, സ്കൂട്ടർ ഓടിച്ച് മുറ്റത്ത് വീഴും. ചിലപ്പോൾ മുറ്റത്ത് വീഴുക പറഞ്ഞാൽ അങ്ങോട്ട് ഇടിച്ചിട്ടൊക്കെയാണ് വീഴുക, ഭയങ്കര പ്രശ്നമായി. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സമയത്ത്, ഈ ഒരു സാഹചര്യത്തിൽ അതിൽ നിന്ന് നിർത്തിക്കും. അവിടെ ഇനി എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ്, വിട്ടുകൊടുക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മെൻറ്റാലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, നമുക്ക് നമ്മൾ ഫെയിലിയർ. ഇറ്റ്സ് എ ഫെയിലിയർ ആറ്റിറ്റ്യൂഡ്. ഗിവ് അപ്പ് ചെയ്താൽ ഫെയിലിയറായി. അപ്പോൾ വിട്ടുകൊടുക്കാതിരിക്കുക, കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവാതെ സമരസപ്പെട്ട് അതിന് കൂടെ നിൽക്കുന്നതിന് പകരം അത് അച്ചീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാവാം. അപ്പം ഡ്രൈവിംഗ് സ്കൂളിൽ പോയി. അപ്പം എനിക്ക് എൻ്റെ അറിയുന്ന ഒരു ഫ്രണ്ടിൻ്റെ വൈഫുണ്ട് ഇവിടെ ദുബായിൽ. 16 തവണ 9 തവണ 16 തവണ പൊട്ടി എഴുതിയിട്ട്, പക്ഷെ നിർത്തിയിട്ടില്ല. നെവർ ഗിവ് അപ്പ്. ഇപ്പം വീണ്ടും പോയിക്കൊണ്ടിരിക്കുക. മുമ്പൊക്കെ എനിക്കറിയാം, ദുബായിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു PhD എടുക്കുന്ന പറയുന്നത് പൊതുവെ ആൾക്കാരോട് ചോദിച്ചാൽ പറയും. പണ്ടൊക്കെ അത്രയും കോസ്റ്റ്ലിയാണ്, അത്രയും ടൈം കൊടുക്കും, അത്രയും സമയം പൊട്ടുകയും ചെയ്യും തോറ്റിട്ട്. പക്ഷെ വിട്ടുകൊടുക്കില്ല ആൾക്കാർ. അങ്ങനെ നെവർ ഗിവ് അപ്പിൽ അങ്ങനെ ചെയ്ത് 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 അത് അച്ചീവ് ചെയ്തെടുക്കും. സോ ഇത്തരത്തിൽ
നെവർ ഗിവ് അപ്പ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ഈ ഒരുപാട് ഉയരങ്ങൾ പോകാൻ സാധിക്കുന്നുള്ളതാണ്. ഞാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ള ടെൻഡൻസികൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ബിസിനസ്സിനെ കാണാറുണ്ട്. ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങും, ബിസിനസ് ഒന്ന് പോകും, അപ്പോൾ അത് പൊട്ടി. അടുത്ത ബിസിനസ് ചെയ്ത് നോക്കും, അത് ശരിയാവില്ല. വേറൊരു ബിസിനസ് ചെയ്ത് നോക്കും. അങ്ങനെ ചിലപ്പോൾ 10ഉം 15ഉം 16ഉം 20ഉം ബിസിനസ്സും ചെയ്തിട്ട് അവരുടെ ബിസിനസ് ലേണിംഗ് കംപ്ലീറ്റ് ആവുക. ഇതിൽ ഈ നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ് കണ്ടിന്യൂ ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഈ നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡിൽ അവരുടെ ലേണിംഗ് കംപ്ലീറ്റ് ആവാൻ അവർക്ക് സഹായം ഉണ്ടാവും. അവരെങ്ങനെ ഒന്ന് അപ്പോൾ അടുത്തൊരു ബിസിനസ് 19 ബിസിനസ്സൊക്കെ പോയിട്ട് പിന്നെ അടുത്ത ബിസിനസ് ആയിരിക്കും സക്സസ്ഫുൾ ആവുമ്പോൾ. അപ്പോഴേക്കും ഓരോ ബിസിനസ് ചെയ്യുന്ന രീതിയുടെ ഓരോ ഏരിയ പഠനം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ലാസ്റ്റിലേക്ക് എത്തുമ്പം ആ സമയത്ത് പിന്നെ ആരെയും ആവശ്യമുണ്ടാവില്ല. അത്രയേറെ ലേൺഡ് ആയിരിക്കും, അത്രയേറെ എക്സ്പെർട്ടീസ് ഉണ്ടാവും, അത്രയേറെ എക്സ്പീരിയൻസ്ഡ് ഉണ്ടാവും. അങ്ങനെ ലേൺ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. സോ ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളുടെ ലൈഫിൽ നെവർ ഗിവ് അപ്പ് ആയിട്ട് ഉള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്, നോ കോംപ്രമൈസ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ട് വളർത്തി എടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഈ നോ കോംപ്രമൈസിലൊക്കെ ഞാൻ കാണാറുള്ളത്, എനിക്ക് നേരത്തെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പൊന്നാനിയുള്ള. പുള്ളി കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോഴും ഉണ്ട് ഫ്രണ്ട്, നേരത്തെ ഇപ്പം ഇല്ല എന്നല്ല. പുള്ളി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കംപ്ലീറ്റ് മെയിലുകൾ ചെക്ക് ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്ത് അതിൻ്റെ റിപ്ലൈ അയച്ചിട്ട് മാത്രമേ കിടന്നുള്ളൂ. അതൊരു നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡാണ്. അത് അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ അന്നത്തെ തീർത്ത്. ഈ ചില സ്ത്രീകളെ കണ്ടില്ലേ നിങ്ങൾ, ഡ്രസ്സൊക്കെ അലക്കുന്നുണ്ടെങ്കിൽ ഡ്രസ്സ് അലക്കിയിട്ട് അടുക്കള വൃത്തിയാക്കിയിട്ട് അങ്ങനെ പല ടൈപ്പ് ഓഫ് ഷെഡ്യൂളിംഗ് ഉണ്ടാവും അവർക്ക്. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവർ റിലീവ് ചെയ്യുക ആ ദിവസം. അപ്പോൾ അതൊരു ഗിവ് അപ്പ്, ഇന്ന് ഇതിനെ കൂടെ കഴിയില്ല, ഇന്ന് കൂടെ കിടക്കുന്നോട്ടെ, ബാക്കി നാളെ നോക്കാം എന്ന് പറയുന്ന ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ് അവർ മെയിൻറ്റെയിൻ ചെയ്യില്ല. അപ്പോൾ വിട്ടുകൊടുക്കാത്ത ഒരു കോംപ്രമൈസിന് തയ്യാറല്ലാത്ത, അത് എത്ര ടയേർഡ് ആണെങ്കിലും ഞാൻ എടുക്കേണ്ട വർക്കിനെ കോംപ്രമൈസ് ചെയ്യാതെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്ന അവസ്ഥ, അതൊരു വളരെ വലിയ പോസിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ. ഞാൻ കഴിഞ്ഞ ദിവസം സെഷൻ എടുക്കുന്ന സമയത്ത് ഒരു കുറച്ച് കുട്ടികളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത തരത്തിലുള്ള കസ്റ്റമേഴ്സ് വരുമ്പോൾ നിങ്ങൾ വേറൊരാളെ കൗണ്ടർ ഏൽപ്പിച്ചിട്ട് പോകുന്നു. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നത് എന്താണ് ശരിക്കും? നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നത് നിങ്ങളുടെ കഴിവ് വളർത്താനുള്ള അവസരത്തെ നഷ്ടപ്പെടുത്തുന്നത് വഴി നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആ പ്രവണതയുള്ള കസ്റ്റമേഴ്സിനെ ഒരിക്കലും നിങ്ങൾക്ക് നേരിടാൻ ജീവിതത്തിൽ ഒരിക്കലും കഴിയാതെ പോകും. അപ്പോൾ ഈ നെവർ ഗിവ് അപ്പ് അല്ലെങ്കിൽ നോ കോംപ്രമൈസ് ആറ്റിറ്റ്യൂഡുള്ള ആളുകൾക്ക് പലതരത്തിലുള്ള റെസിലിയൻസ് പവർ കൂടാൻ സാധ്യതയുണ്ട്. റെസിലിയൻസ് പവർ എന്ന് പറഞ്ഞാൽ ഏതൊരു സിനാരിയോയിലും ഏതൊരു സിറ്റുവേഷനിലും അവർക്ക് ഓവർകം ചെയ്ത് അതിനെ അച്ചീവ് ചെയ്യാനുള്ള പ്രവണത അവർക്ക് കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ സർവൈവൽ റേഷ്യോ ഭയങ്കര ഹൈ ആയിരിക്കും. ഇപ്പോൾ നമുക്ക്, നിങ്ങൾ എത്ര പേര് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, നമ്മൾ ഒരു ഒരു പ്ലെയർ, നമ്മൾ ഇന്ത്യൻ്റെ ഒരു പ്ലെയർ എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അവർ റെയിൽവേ ട്രാക്കിൽ അവരുടെ കാലൊക്കെ മുറിഞ്ഞു പോയിട്ടൊക്കെ നിങ്ങൾക്ക് ഓർമ്മ. അവളെ പേര് എൻ്റെ മനസ്സിൽ കണ്ട് കളിക്കുന്നുണ്ട്, ഓർമ്മയാണെങ്കിൽ പറയാം. സി നമ്മൾ പല സന്ദർഭത്തിലും ചില പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിന് എക്സാമ്പിളായിട്ട് അവരെക്കുറിച്ച് പറയാറുണ്ട്. അവർ ഈ എവറസ്റ്റ് കയറുന്നത് ആലോചിക്കണം, ഒരു കാല് കറക്റ്റ് അല്ലാതെയാണ് കയറുന്നത്. പക്ഷെ അവരുടെ കയറ്റത്തിൻ്റെ അവസാനത്തെ ചില ഫീറ്റുകൾ, ചില മീറ്ററുകൾ പുറകെ അവരുടെ മുമ്പിൽ മരിച്ചു കിടക്കുന്ന, കയറാൻ പറ്റാതെ ഓക്സിജൻ നഷ്ടപ്പെട്ട് കിടക്കുന്ന എത്രയോ ആളുകളെ കുറിച്ച് അവർ എഴുതിയിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് പോലും അതിൻ്റെ നെറുകയിൽ പോയിട്ട് ഞാൻ പതാക ഉയർത്തുമെന്നുള്ള ആ ഒരു നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ് അവർക്ക് അച്ചീവ് ചെയ്താൻ അവരെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. ആ ആറ്റിറ്റ്യൂഡ് നമ്മളെ നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ്, നോ കോംപ്രമൈസ്. അവർക്ക് ഇറങ്ങിപ്പോരായിരുന്നു. ഇനി മരണം ഇങ്ങനെ കുറേ ആളുകൾ മരിച്ചെടുക്കും, കുറേ ആൾക്കാർക്ക് ഓക്സിജൻ ഇല്ലാതിരിക്കണം, പല ആൾക്കാർ വീഴുന്നു, ആകെ മൊത്തം പ്രശ്നം ഇങ്ങനെ നിൽക്കുന്ന മുകളിലേക്ക് ലാസ്റ്റ് കുറച്ച് സമയത്ത് എത്താനുള്ളൂ. ആ സമയത്ത് അവിടെ നിന്ന് അവർക്ക് ഗിവ് അപ്പ് ചെയ്ത് വിട്ടുകൊടുത്ത് താഴോട്ട് വരാൻ പറ്റും. പക്ഷെ അവർ അതിന് തയ്യാറാവാതെ മുകളിൽ പോയി പതാക നാട്ടാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. സോ ഇതൊരു നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡിൻ്റെ അപൂർവമായിട്ടുള്ള എക്സാമ്പിളുകളാണ്. നേരത്തെ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പൈലറ്റിന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഒരു എയർ ഹോസ്റ്റസ് വിമാനം ലാൻഡ് ചെയ്യിപ്പിച്ചൊരു സ്റ്റോറി. അവിടെ പൈലറ്റിന് വയ്യാത്തതായത് കൊണ്ട് ഇനി നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് അവിടെ ഒരു എക്സ്ട്രാ മൈൽ എഫേർട്ട് എടുത്തിട്ട് ഐ ആം റെഡി ടു ഡു എനിത്തിങ് അറ്റ് എനി ടൈം എന്നുള്ള ആറ്റിറ്റ്യൂഡ് എടുത്തിട്ട്
അവിടെ ഒരു നെവർ ഗിവ് അപ്പ്, കോംപ്രമൈസ് ചെയ്യാതെ എയർ ട്രാഫിക് കൺട്രോളുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിച്ച് അവർ പറയുന്ന നിർദ്ദേശപ്രകാരം വിമാനം ലാൻഡ് ചെയ്യിപ്പിച്ച ക്യാബിൻ ക്രൂ ഉണ്ട്. അവർക്ക് വിമാനം ഓടിക്കാനൊന്നും അറിയില്ല. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ അവർ ഡെവലപ്പ് ചെയ്ത് വന്നുകയും അവിടെ ഒരു അപാരമായ പവർ അവർ ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യുന്നു. സോ ഇത് സ്ത്രീകളൊക്കെ പലപ്പോഴും വീടുകളിൽ പല ആവശ്യത്തിനും സർക്കാരും നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ആൾക്കാർ വരുമ്പോൾ പല സമയത്തും കോംപ്രമൈസ് ചെയ്യാതെ വളരെ ഉഷാറായിട്ട് പവർഫുൾ ആയിട്ട് സൽക്കരിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ ചില കഴിവുകൾ തന്നെയാണ്. സോ ഒരേ സമയം ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. എല്ലാ പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്തിട്ട് ഒന്നിനും ഏതെങ്കിലും ഒരു പ്രോഗ്രാം കോംപ്രമൈസ് ചെയ്ത് വേറെ പ്രോഗ്രാം മാത്രം ഫോക്കസ് ചെയ്ത് അങ്ങനെ ചെയ്യാതിരിക്കുന്ന എല്ലാവരെയും കൺസിഡർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഈ ഇത്തരത്തിലുള്ള നോ കോംപ്രമൈസ് അല്ലെങ്കിൽ നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ് ജീവിതത്തിലെ ഒരുപാട് ഘട്ടങ്ങളിൽ നമുക്ക് കൃത്യമായി നമ്മൾ പാലിച്ചു വരികയാണെങ്കിൽ, മുന്നോട്ട് പോകാൻ തയ്യാറാവുകയാണെങ്കിൽ ജീവിതത്തിൽ വളരെ വലിയ സക്സസ് പലപ്പോഴും ചെറിയ പ്രായത്തിൽ വലിയ സക്സസ് ക്രിയേറ്റ് ചെയ്ത ഒത്തിരി വിജയിച്ച ആളുകളുടെ സ്റ്റോറി എടുത്ത് നോക്കുമ്പോൾ അവർ വളരെ നേരത്തെ തന്നെ ഈ ഇത്തരത്തിലുള്ള നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ് ഷോക്കേസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആ നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ് ഷോക്കേസ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഒരുപാട് വിജയങ്ങളുണ്ടാകും. ഞാൻ ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞു. ഈ എക്സാമ്പിൾ കൂടാതെ നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് പലതും പറയാനുണ്ടാവും. അതെല്ലാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിന് ഗ്രൂപ്പ് 10 വന്നിട്ട് നിങ്ങൾക്കത് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സപ്പോസ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കമൻറ്റിൽ ആ സ്റ്റോറീസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഏതായിരുന്നാലും വളരെ മികച്ച ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുകളിൽ ഒന്നാണ് നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ്. തൻ്റെ കഴുത്തിന് എന്താ പറയുക, പാമ്പ് തൻ്റെ ചുണ്ട് വിഴുങ്ങിയ സമയത്തും കൊക്ക് പാമ്പിൻ്റെ കഴുത്തിന് കൈകൊണ്ട് പിടിക്കുന്ന ഒരു സീനുള്ള ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നെവർ ഗിവ് അപ്പ് എന്ന് നിങ്ങൾ വെറുതെ ഗൂഗിളിൽ കയറി ഒരു ഇമേജ് സെർച്ച് ചെയ്താൽ കിട്ടും. ആ നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ജീവൻ മരണ പോരാട്ടം എന്നാണ്. വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് സക്സസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ലെറ്റ് us create together, maintain or build a beautiful attitude called never give up attitude or no compromise attitude. കോംപ്രമൈസ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. So I wishing you all the very best and have a great day and God bless. Thank you so much and love you all. Bye bye. Bye for now. Thank you all.